നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് റിപ്പബ്ലിക് ഡേ ക്ലാസ് ആൻഡ് മോക്ക് ടെസ്റ്റ്. ആദ്യം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. റിപ്പബ്ലിക് ദിനം എന്നാൽ ഇന്ത്യ ഒരു പരമോന്നത രാജ്യമായതിൻ്റെ ആഘോഷമാണ്. 1947 ഇന്ത്യക്ക് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം ലഭിച്ചെങ്കിലും ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന ഉണ്ടായിരുന്നില്ല. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 3 വർഷത്തിന് ശേഷം, അതായത് 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ആദ്യത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചതും അന്ന് തന്നെ. ഒരു സ്വതന്ത്ര രാജ്യമെന്ന നിലയിൽ ഇന്ത്യ പൂർണ്ണമായ ദിനമാണ് 1950 ജനുവരി 26. 2025 ജനുവരി 26-ന് ഇന്ത്യ അതിൻ്റെ 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി അദ്ദേഹമാണ്. 1950 ജനുവരി 26-ന് സർക്കാർ വസതിയിലെ ദർബാർ ഹാളിൽ വച്ചായിരുന്നു സത്യപ്രതിജ്ഞ. ആദ്യ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ അതിഥിയായത് ഇന്തോനേഷ്യയിലെ അന്നത്തെ പ്രസിഡന്റ് സുകാർണോയാണ്. 1955-ലാണ് രാജ്പഥിലെ ആദ്യത്തെ റിപ്പബ്ലിക് ദിന പരേഡ് നടന്നത്. ആദ്യ പരേഡിൽ മുഖ്യാതിഥിയായത് പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറലായ മാലിക് ഗുലാം മുഹമ്മദ് ആണ്. എബൈഡ് വിത്ത് മീ എന്ന ക്രിസ്ത്യൻ ഗാനം റിപ്പബ്ലിക് ദിന പരേഡിൽ പ്ലേ ചെയ്തു. മഹാത്മാഗാന്ധിയുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഒന്നാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. 1930-ൽ പൂർണ്ണ സ്വരാജ് എന്ന ആവശ്യവുമായി ബഹുജന പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ച ദിനമാണ് ജനുവരി 26. അന്നേ ദിവസം തന്നെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു. തുടർന്നുള്ള 17 വർഷങ്ങളിലും ഇതേ ദിവസം സ്വാതന്ത്ര്യ ദിനാഘോഷം തുടർന്നു. പരേഡാണ് റിപ്പബ്ലിക് ദിനത്തിൽ പ്രധാനം. പരേഡിനുള്ള ഒരുക്കം ജനുവരി 25-ന് തന്നെ ആരംഭിക്കും. എല്ലാ വർഷവും ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ മുഖ്യാതിഥിയായി എത്തും. ഇത്തവണ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയാണ് മുഖ്യാതിഥി. പരേഡിനിടയിലുള്ള ഗൺ ഫയറിംഗ് സല്യൂട്ട് ദേശീയ ഗാനവുമായി ചേർന്നാവും നടക്കുക. ദേശീയ ഗാനത്തിൻ്റെ തുടക്കത്തിൽ ആദ്യ വെടി പൊട്ടും. 52 സെക്കൻഡിന് ശേഷം അടുത്ത വെടി. 1941-ൽ നിർമ്മിച്ച പീരങ്കി കൊണ്ടാണ് വെടിയുതിർക്കുക. ഈ പീരങ്കി സൈന്യത്തിൻ്റെ എല്ലാ പരിപാടികളിലും ഉൾപ്പെടുത്തുന്നതാണ്. ഓരോ വർഷത്തെ റിപ്പബ്ലിക് ദിന തീമും വ്യത്യസ്തമായിരിക്കും. ഇത്തവണത്തെ നിശ്ചല ദൃശ്യത്തിനുള്ള തീം സുവർണ ഇന്ത്യ, വികസനവും പാരമ്പര്യവും എന്നതാണ്. ഡൽഹിയിലെ രാഷ്ട്രപതി ഭവനരികെയുള്ള റൈസിന ഹില്ലിൽ നിന്ന് ഗ്രാൻഡ് പരേഡ് ആരംഭിക്കും. കർത്തവ്യ പഥിലൂടെ ഇന്ത്യ ഗേറ്റ് കടന്ന് ചെങ്കോട്ടയിലെത്തി പരേഡ് അവസാനിക്കും. അതായത് രാഷ്ട്രപതി ഭവനിൽ തുടങ്ങി ഇന്ത്യ ഗേറ്റിൽ അവസാനിക്കും. രാവിലെ പ്രധാനമന്ത്രി യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. 6 കുതിരകളെ കെട്ടിയ പ്രത്യേക വാഹനത്തിൽ കർത്തവ്യ പഥിൽ എത്തുന്ന രാഷ്ട്രപതിയെ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ചേർന്ന് സ്വീകരിക്കും. റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യ അതിൻ്റെ സൈനിക ശക്തി കാണിക്കുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിയാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. സ്വാതന്ത്ര്യ ദിനത്തിൽ ഇത് പ്രധാനമന്ത്രിയുടെ ചുമതലയാണ്. പതാക ഉയർത്തൽ ചടങ്ങിൽ ദേശീയ പതാകയ്ക്ക് 21 ഗൺ സല്യൂട്ട്സ് നൽകാറുണ്ട്. ഇന്ത്യയുടെ ദേശീയ പതാക 1947 ജൂലൈ 22-ന് അംഗീകരിച്ചു. പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അനുപാതം 2:3 ആണ്. റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിക്ക് 21 ഗൺ സല്യൂട്ട് സമർപ്പിക്കുന്നു. പുതിയ രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും 21 ഗൺ സല്യൂട്ട്സ് നൽകും. ഇന്ത്യൻ സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫ് ആണ് ഇന്ത്യൻ രാഷ്ട്രപതി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിമാരുടെ ഉപദേശപ്രകാരം പ്രസിഡന്റിന് യുദ്ധം പ്രഖ്യാപിക്കുകയോ സമാധാനം അവസാനിപ്പിക്കുകയോ ചെയ്യാം. എല്ലാ പ്രധാന ഉടമ്പടികളും കരാറുകളും പ്രസിഡന്റിന്റെ പേരിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1935-ലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഔദ്യോഗികമായി പാസാക്കിയത്. ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഏറ്റവും വലിയ നിയമമാണ് ഇതെന്നാണ് വിലയിരുത്തുന്നത്.
ഇന്ത്യയിൽ ഉത്തരവാദിത്ത ഭരണം സ്ഥാപിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ രണ്ടാമത്തെ ഭരണഘടനാ പരിഷ്കാരമായിരുന്നു ഇത്. 1947 ജനുവരി 26 സ്വാതന്ത്ര്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും മൗണ്ട് ബാറ്റൺ പ്രഭു ഓഗസ്റ്റ് 15 തിരഞ്ഞെടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഭരണഘടന തയ്യാറാക്കിയപ്പോൾ അതിൻ്റെ പ്രഖ്യാപനത്തിനായി ജനുവരി 26 തിരഞ്ഞെടുത്തത്. ഡോക്ടർ ഭീം റാവു അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. 2 വർഷവും 11 മാസവും കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് പകരമായാണ് BR അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. അതിനാൽ നവംബർ 26 ഭരണഘടനാ ദിനമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു. ലോകത്തിലെ എല്ലാ ലിഖിത ഭരണഘടനകളിലും ഏറ്റവും ദൈർഘ്യമേറിയതാണ് ഇന്ത്യൻ ഭരണഘടന. ഇത് വളരെ സമഗ്രവും വിപുലവും വിശദമായ ഒരു രേഖയാണ്. ഇന്ത്യൻ ഭരണഘടന ഫെഡറൽ സ്വഭാവമുള്ളതും നിരാഷ്ട്രീയമാണെങ്കിലും ഏക പൗരത്വം, അതായത് ഇന്ത്യൻ പൗരത്വം മാത്രമേ നൽകൂ. ഇന്ത്യൻ ഭരണഘടനയിൽ അതിൻ്റെ ഭൂരിഭാഗം വ്യവസ്ഥകളും മറ്റ് വിവിധ രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്നും 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. ഭരണഘടനയുടെ ദാർശനിക ഭാഗം അമേരിക്കൻ, ഐറിഷ് ഭരണഘടനകളിൽ നിന്നും, രാഷ്ട്രീയ പാർട്ടി ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും, മറ്റ് വ്യവസ്ഥകൾ കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി, USSR, ഇപ്പോൾ റഷ്യ, ഫ്രാൻസ്, ദക്ഷിണാഫ്രിക്ക, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ്. കാഠിന്യത്തിൻ്റെയും വഴക്കത്തിൻ്റെയും സമുന്നയത്തിൻ്റെയും സവിശേഷമായ ഉദാഹരണമാണ് ഇന്ത്യൻ ഭരണഘടന. ഒരു ഭരണഘടനയെ അതിൻ്റെ ഭേദഗതി നടപടിക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർക്കശമോ വഴക്കമുള്ളതോ എന്ന് വിളിക്കാം. കർക്കശമായ ഭരണഘടനയിൽ ഭരണഘടനാ ഭേദഗതി എളുപ്പമല്ല. ഇന്ത്യൻ ഭരണഘടന 3 തരം ഭേദഗതികൾ നൽകുന്നു. 1. പാർലമെൻറ്റിൻ്റെ ഇരുസഭകൾക്കും ഹാജരായ അംഗങ്ങളുടെ കേവല ഭൂരിപക്ഷം വോട്ട് ചെയ്ത് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കുന്നതിന് മുൻപ് ഭേദഗതി ചെയ്യാവുന്നതാണ്. 2. ഭേദഗതികൾക്ക് പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. 3. രണ്ടാമത്തെ വിഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രത്യേക ഭൂരിപക്ഷത്തിന് പുറമെ മൂന്നാമത്തെ വിഭാഗത്തിൽ സംസ്ഥാന നിയമസഭകൾ 50% അംഗീകരിക്കേണ്ടതുണ്ട്. റിപ്പബ്ലിക് ദിനത്തിലാണ് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുക. നിർണായക സന്ദർഭങ്ങളിൽ അസാമാന്യ ധീരത കാഴ്ചവെച്ചവർക്കാണ് ഈ പുരസ്കാരം ലഭിക്കുക. രാജ്യത്തെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതികളിലൊന്നായ പത്മ പുരസ്കാരങ്ങൾ ഈ ദിനത്തിൽ വിതരണം ചെയ്യും. രാഷ്ട്രപതിയാണ് ഈ പുരസ്കാരങ്ങൾ നൽകുക. ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ വിക്ടോറിയ ക്രോസിനു പകരം പരമവീരചക്ര അംഗീകരിക്കപ്പെട്ടു. പരമവീരചക്ര PVC ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സൈനിക അലങ്കാരമാണ്. സാവിത്രി ഖനോൽക്കറാണ് PVCയുടെ മെഡൽ രൂപകൽപ്പന ചെയ്തത്. മേജർ സോമനാഥ് ശർമ്മയ്ക്കാണ് ഈ അവാർഡ് ആദ്യമായി ലഭിച്ചത്. പരമവീരചക്ര, മഹാവീരചക്ര, വീരചക്ര എന്നീ 3 യുദ്ധകാല ഗാലൻട്രി അവാർഡുകൾ ധീരതയോടും നിസ്വാർത്ഥ ത്യാഗത്തോടും മികച്ച പ്രകടനം കാഴ്ചവെച്ച സൈനികർക്ക് നൽകുന്നു. ഇന്ത്യയുടെ ധീര സൈനികർക്കുള്ള ആദരവുകളായ കീർത്തിചക്ര, അശോകചക്ര എന്നിവ സമ്മാനിക്കുന്നതും റിപ്പബ്ലിക് ദിനത്തിലാണ്. കൂടാതെ ഭാരതരത്ന, വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ, ധീരതയ്ക്കുള്ള പോലീസ് മെഡൽ, ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ മെഡൽ മരണാനന്തരം, സുത്യർഹ സേവനത്തിനുള്ള പോലീസ് മെഡൽ, ജീവൻ രക്ഷാ പതക്, ഉത്തം ജീവൻ രക്ഷാ പതക് എന്നിവയും നൽകപ്പെടുന്നു. ദേശീയ അംഗീകാരം അർഹിക്കുന്ന ധീരത, കല, സംസ്കാരം, പരിസ്ഥിതി, ഇന്നോവേഷൻ, സയൻസ് ആൻഡ് ടെക്നോളജി, സാമൂഹിക സേവനം, കായികം എന്നീ 7 വിഭാഗങ്ങളിലെ മികവിന് 5 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരം നൽകുന്നു. 1950 ജനുവരി 26 വന്ദേ മാതരം ദേശീയ ഗീതമായി സ്വീകരിച്ചത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് തിരഞ്ഞെടുത്ത ഗീതമാണിത്. കവിതയുടെ 8 വരികളാണ് ദേശീയ ഗീതമായി അംഗീകരിച്ചത്. ദേശീയ ചിഹ്നം സ്വീകരിച്ചതും ഇതേ ദിവസമാണ്. 1947 തന്നെ അശോക സ്തംഭത്തിലെ സിംഹത്തെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചിരുന്നു. നിലവിലുള്ള ചിഹ്നം ഇന്ത്യ റിപ്പബ്ലിക്കായ 1950 ജനുവരി 26 സ്വീകരിച്ചത്. എല്ലാ വർഷവും
ജനുവരി 29-നാണ് ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നടക്കുന്നത്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ സമാപനമാണിത്. അടുത്തിടെ വിജയ് ചൗക്കിൽ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നടന്നു. ബീറ്റിംഗ് ദ റിട്രീറ്റ് ദേശീയ അഭിമാനത്തിൻ്റെ ഒരു സംഭവമായി ഉയർന്നു വന്നിരിക്കുന്നു. 1950കളുടെ തുടക്കത്തിൽ ഇന്ത്യൻ ആർമിയിലെ മേജർ റോബോട്ട്സ് ആണ് ചടങ്ങ് ആരംഭിച്ചത്. ഇതോടുകൂടെ ക്ലാസ് അവസാനിക്കുകയാണ്. ഇനി നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ ജനുവരി 26, ഓപ്ഷൻ ബി ഓഗസ്റ്റ് 15, ഓപ്ഷൻ സി ഒക്ടോബർ 2, ഓപ്ഷൻ ഡി മെയ് 1. ഉത്തരം ഓപ്ഷൻ എ ജനുവരി 26. ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് ജനുവരി 26-നാണ്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഓപ്ഷൻ എ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ അനുസ്മരിക്കുന്നു, ഓപ്ഷൻ ബി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിനെ അനുസ്മരിക്കുന്നു, ഓപ്ഷൻ സി ആദ്യ ഇന്ത്യൻ രാജാവിൻ്റെ കിരീടധാരണത്തെ അനുസ്മരിക്കുന്നു, ഓപ്ഷൻ ഡി ഒരു യുദ്ധത്തിലെ വിജയത്തെ അനുസ്മരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിനെ അനുസ്മരിക്കുന്നു. ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിനെ അനുസ്മരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പ്രധാന റിപ്പബ്ലിക് ദിന പരേഡ് എവിടെയാണ് നടക്കുന്നത്? ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി കൊൽക്കത്ത, ഓപ്ഷൻ ഡി ചെന്നൈ. ഉത്തരം ഓപ്ഷൻ എ ന്യൂഡൽഹി. ഇന്ത്യയിലെ പ്രധാന റിപ്പബ്ലിക് ദിന പരേഡ് ന്യൂഡൽഹിയിലാണ് നടക്കുന്നത്. നാലാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി സർദാർ പട്ടേൽ, ഓപ്ഷൻ ഡി പിംഗലി വെങ്കയ്യ. ഉത്തരം ഓപ്ഷൻ ഡി പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ ആണ്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിലെ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യാതിഥി ആരാണ്? ഓപ്ഷൻ എ ഇന്ത്യയുടെ രാഷ്ട്രപതി, ഓപ്ഷൻ ബി ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഓപ്ഷൻ സി ഒരു വിദേശ രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി, ഓപ്ഷൻ ഡി ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്. ഉത്തരം ഓപ്ഷൻ സി ഒരു വിദേശ രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി. ഇന്ത്യയിലെ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യാതിഥി ഒരു വിദേശ രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി. ആറാമത്തെ ചോദ്യം, റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ പ്രധാന ആകർഷണം എന്താണ്? ഓപ്ഷൻ എ സൈനിക പരേഡ്, ഓപ്ഷൻ ബി സാംസ്കാരിക ഘോഷയാത്ര, ഓപ്ഷൻ സി കായിക പരേഡ്, ഓപ്ഷൻ ഡി മതപരമായ പരേഡ്. ഉത്തരം ഓപ്ഷൻ ബി സാംസ്കാരിക ഘോഷയാത്ര. റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ പ്രധാന ആകർഷണം സാംസ്കാരിക ഘോഷയാത്രയാണ്. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? ഓപ്ഷൻ എ 1947 ഓഗസ്റ്റ് 15, ഓപ്ഷൻ ബി 1950 ജനുവരി 26, ഓപ്ഷൻ സി 1949 നവംബർ 26, ഓപ്ഷൻ ഡി 1949 ജനുവരി 26. ഉത്തരം ഓപ്ഷൻ സി 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26 ആണ്. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ബി സർദാർ പട്ടേൽ, ഓപ്ഷൻ സി മഹാത്മാഗാന്ധി, ഓപ്ഷൻ ഡി
ജവഹർലാൽ നെഹ്റു. ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. 9ാമത്തെ ചോദ്യം. റിപ്പബ്ലിക് ദിന പരേഡിൽ എത്ര തവണ ദേശീയ ഗാനം ആലപിക്കും? ഓപ്ഷൻ എ 1 തവണ, ഓപ്ഷൻ ബി 2 തവണ, ഓപ്ഷൻ സി 3 തവണ, ഓപ്ഷൻ ഡി 4 തവണ. ഉത്തരം ഓപ്ഷൻ ബി 2 തവണ. റിപ്പബ്ലിക് ദിന പരേഡിൽ 2 തവണ ദേശീയ ഗാനം ആലപിക്കും. 10ാമത്തെ ചോദ്യം. റിപ്പബ്ലിക് ദിന പരേഡിൽ 21 ഗൺ സല്യൂട്ട് മുഴക്കുന്ന തോക്കിൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ അശോക തോക്ക്, ഓപ്ഷൻ ബി വിജയ തോക്ക്, ഓപ്ഷൻ സി റിപ്പബ്ലിക് തോക്ക്, ഓപ്ഷൻ ഡി സ്വാതന്ത്ര്യ തോക്ക്. ഉത്തരം ഓപ്ഷൻ ബി വിജയ തോക്ക്. റിപ്പബ്ലിക് ദിന പരേഡിൽ 21 ഗൺ സല്യൂട്ട് മുഴക്കുന്ന തോക്കിൻ്റെ പേരാണ് വിജയ തോക്ക്. 11ാമത്തെ ചോദ്യം. 21 ഗൺ സല്യൂട്ട് എന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? ഓപ്ഷൻ എ ഇത് ഇന്ത്യയിലെ 21 സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഓപ്ഷൻ ബി ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 21 ദിവസത്തെ പ്രതിനിധീകരിക്കുന്നു. ഓപ്ഷൻ സി ഇത് രാഷ്ട്രതലവനെ ആദരിക്കുന്ന സൈനിക പാരമ്പര്യമാണ്. ഓപ്ഷൻ ഡി ഇത് ഇന്ത്യൻ ഭരണഘടനയിലെ 21 നേതാക്കൾക്കുള്ള ആദരാഞ്ജലിയാണ്. ഉത്തരം ഓപ്ഷൻ സി ഇത് രാഷ്ട്രതലവനെ ആദരിക്കുന്ന സൈനിക പാരമ്പര്യമാണ്. റിപ്പബ്ലിക് ദിനത്തിലെ 21 ഗൺ സല്യൂട്ടിൻ്റെ പ്രാധാന്യം എന്താണ്? ഇത് രാഷ്ട്രതലവനെ ആദരിക്കുന്ന സൈനിക പാരമ്പര്യമാണ്. 12ാമത്തെ ചോദ്യം. റിപ്പബ്ലിക് ദിന പരേഡിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പങ്കെടുക്കുന്നു? ഓപ്ഷൻ എ 21 സംസ്ഥാനങ്ങൾ 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഓപ്ഷൻ ബി 26 സംസ്ഥാനങ്ങൾ 9 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഓപ്ഷൻ സി 28 സംസ്ഥാനങ്ങൾ 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഓപ്ഷൻ ഡി 32 സംസ്ഥാനങ്ങൾ 5 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി 28 സംസ്ഥാനങ്ങൾ 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. റിപ്പബ്ലിക് ദിന പരേഡിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും പങ്കെടുക്കും. 13ാമത്തെ ചോദ്യം. റിപ്പബ്ലിക് ദിന പരേഡിൽ എത്ര കുതിരകളാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ വണ്ടി വലിക്കുന്നത്? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 10. ഉത്തരം ഓപ്ഷൻ ബി 6. റിപ്പബ്ലിക് ദിന പരേഡിൽ 6 കുതിരകൾ ആണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ വണ്ടി വലിക്കുന്നത്. 14ാമത്തെ ചോദ്യം. റിപ്പബ്ലിക് ദിന പരേഡിൽ രാഷ്ട്രപതിയുടെ വണ്ടിയുടെ പ്രാധാന്യം എന്താണ്? ഓപ്ഷൻ എ ഇത് രാഷ്ട്രപതിയുടെ അധികാരത്തെ പ്രതീകപ്പെടുത്തുന്നു. ഓപ്ഷൻ ബി ഇത് ഇന്ത്യയുടെ ഏകത്വത്തെയും നാനാത്വത്തെയും പ്രതീകപ്പെടുത്തുന്നു. ഓപ്ഷൻ സി ഇത് രാഷ്ട്രതലവൻ എന്ന നിലയിൽ രാഷ്ട്രപതിയുടെ പങ്കിനെ പ്രതീകപ്പെടുത്തുന്നു. ഓപ്ഷൻ ഡി ഇത് സർക്കാരിൻ്റെ തലവൻ എന്ന നിലയിൽ രാഷ്ട്രപതിയുടെ പങ്കിനെ പ്രതീകപ്പെടുത്തുന്നു. ഉത്തരം ഓപ്ഷൻ എ ഇത് രാഷ്ട്രപതിയുടെ അധികാരത്തെ പ്രതീകപ്പെടുത്തുന്നു. റിപ്പബ്ലിക് ദിന പരേഡിൽ രാഷ്ട്രപതിയുടെ വണ്ടിയുടെ പ്രാധാന്യം ഇത് രാഷ്ട്രപതിയുടെ അധികാരത്തെ പ്രതീകപ്പെടുത്തുന്നു എന്നതാണ്. 15ാമത്തെ ചോദ്യം. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന ഏറ്റവും ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥൻ ആരാണ്? ഓപ്ഷൻ എ കരസേനാ മേധാവി, ഓപ്ഷൻ ബി എയർ സ്റ്റാഫ് മേധാവി, ഓപ്ഷൻ സി നാവികസേനാ മേധാവി, ഓപ്ഷൻ ഡി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്.
ഉത്തരം ഓപ്ഷൻ ഡി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന ഏറ്റവും ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥനാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. 16-ാമത്തെ ചോദ്യം. ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്? ഓപ്ഷൻ എ, ഇത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ സമാപനത്തെ കുറിക്കുന്നു. ഓപ്ഷൻ ബി, ഇത് ശത്രുതയുടെ അവസാനത്തെയും സമാധാനത്തിൻ്റെ തുടക്കത്തെയും പ്രതീകപ്പെടുത്തുന്നു. ഓപ്ഷൻ സി, ഇത് ഇന്ത്യൻ സൈനികരുടെ ത്യാഗത്തെ ആദരിക്കുന്നു. ഓപ്ഷൻ ഡി, ഇത് ഇന്ത്യയുടെ ഏകത്വത്തെയും നാനാത്വത്തെയും പ്രതീകപ്പെടുത്തുന്നു. ഉത്തരം ഓപ്ഷൻ എ, ഇത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ സമാപനത്തെ കുറിക്കുന്നു. ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങിൻ്റെ പ്രാധാന്യം, ഇത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ സമാപനത്തെ കുറിക്കുന്നു. 17-ാമത്തെ ചോദ്യം. ദേശീയ ചിഹ്നം അംഗീകരിക്കപ്പെട്ട ദിവസം ഏതാണ്? ഓപ്ഷൻ എ 1947 ഓഗസ്റ്റ് 15. ഓപ്ഷൻ ബി 1949 ജൂലൈ 22. ഓപ്ഷൻ സി 1950 ജനുവരി 26. ഓപ്ഷൻ ഡി 1948 നവംബർ 26. ഉത്തരം ഓപ്ഷൻ സി 1950 ജനുവരി 26. ദേശീയ ചിഹ്നം അംഗീകരിക്കപ്പെട്ട ദിവസം 1950 ജനുവരി 26. 18-ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആരാണ്? ഓപ്ഷൻ എ പ്രസിഡന്റ്. ഓപ്ഷൻ ബി പ്രധാനമന്ത്രി. ഓപ്ഷൻ സി ചീഫ് ജസ്റ്റിസ്. ഓപ്ഷൻ ഡി ലോക്സഭാ സ്പീക്കർ. ഉത്തരം ഓപ്ഷൻ എ പ്രസിഡന്റ്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ പ്രസിഡന്റ് ആണ്. 19-ാമത്തെ ചോദ്യം. റിപ്പബ്ലിക് ദിന പരേഡിൽ എത്ര തവണ ദേശീയ പതാക ഉയർത്തുന്നു? ഓപ്ഷൻ എ 1 തവണ. ഓപ്ഷൻ ബി 2 തവണ. ഓപ്ഷൻ സി 3 തവണ. ഓപ്ഷൻ ഡി 4 തവണ. ഉത്തരം ഓപ്ഷൻ എ 1 തവണ. റിപ്പബ്ലിക് ദിന പരേഡിൽ 1 തവണ ദേശീയ പതാക ഉയർത്തുന്നു. 20-ാമത്തെ ചോദ്യം. റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതി നടത്തുന്ന പ്രസംഗം എഴുതുന്നത് ആര്? ഓപ്ഷൻ എ പ്രധാനമന്ത്രി. ഓപ്ഷൻ ബി രാഷ്ട്രപതിയുടെ ഉപദേഷ്ടാവ്. ഓപ്ഷൻ സി വിദേശകാര്യ മന്ത്രാലയം. ഓപ്ഷൻ ഡി ആഭ്യന്തര മന്ത്രാലയം. ഉത്തരം ഓപ്ഷൻ ബി രാഷ്ട്രപതിയുടെ ഉപദേഷ്ടാവ്. റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതി നടത്തുന്ന പ്രസംഗം എഴുതുന്നത് രാഷ്ട്രപതിയുടെ ഉപദേഷ്ടാവാണ്. 21-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ ഭീംറാവു അംബേദ്കർ. ഓപ്ഷൻ ബി ലാലാ ലജ്പത് റായ്. ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി. ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ ഭീംറാവു അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ഭീംറാവു അംബേദ്കർ ആണ്. 22-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന എത്ര ദിവസം കൊണ്ടാണ് തയ്യാറാക്കിയത്? ഓപ്ഷൻ എ 2 വർഷം 10 മാസം 15 ദിവസം. ഓപ്ഷൻ ബി 3 വർഷം 5 മാസം 14 ദിവസം. ഓപ്ഷൻ സി 2 വർഷം 4 മാസം 20 ദിവസം. ഓപ്ഷൻ ഡി 2 വർഷം 11 മാസം 18 ദിവസം. ഉത്തരം ഓപ്ഷൻ ഡി 2 വർഷം 11 മാസം 18 ദിവസം. ഇന്ത്യൻ ഭരണഘടന 2 വർഷം 11 മാസം 18 ദിവസം കൊണ്ടാണ് തയ്യാറാക്കിയത്. 23-ാമത്തെ ചോദ്യം. ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് ഏത് തീയതിയിലാണ് നടക്കുന്നത്? ഓപ്ഷൻ എ ജനുവരി 23. ഓപ്ഷൻ ബി ജനുവരി 29. ഓപ്ഷൻ സി ജനുവരി 20. ഓപ്ഷൻ ഡി ജനുവരി 24.
ഉത്തരം ഓപ്ഷൻ ബി ജനുവരി 29. ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് ജനുവരി 29-നാണ് നടക്കുന്നത്. 24-ാമത്തെ ചോദ്യം. ഇന്ത്യ അതിൻ്റെ സൈനിക ശക്തി കാണിക്കുന്നത് ഏത് ദിനത്തിലാണ്? ഓപ്ഷൻ എ റിപ്പബ്ലിക് ദിനം, ഓപ്ഷൻ ബി ശിശുദിനം, ഓപ്ഷൻ സി ഗാന്ധി ജയന്തി, ഓപ്ഷൻ ഡി അധ്യാപക ദിനം. ഉത്തരം ഓപ്ഷൻ എ റിപ്പബ്ലിക് ദിനം. ഇന്ത്യ അതിൻ്റെ സൈനിക ശക്തി കാണിക്കുന്നത് റിപ്പബ്ലിക് ദിനത്തിലാണ്. 25-ാമത്തെ ചോദ്യം. എവിടെ നിന്നാണ് റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത്? ഓപ്ഷൻ എ ചെങ്കോട്ട, ഓപ്ഷൻ ബി ഇന്ത്യ ഗേറ്റ്, ഓപ്ഷൻ സി രാഷ്ട്രപതി ഭവൻ, ഓപ്ഷൻ ഡി വിജയ് ചൗക്ക്. ഉത്തരം ഓപ്ഷൻ സി രാഷ്ട്രപതി ഭവൻ. രാഷ്ട്രപതി ഭവനിൽ നിന്നാണ് റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.